ഹലോ ഗൈസ്, നമ്മളിന്ന് കുറച്ച് ഹോം മെയ്ഡായിട്ട് സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് ജേർണലിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ഇതപ്പോൾ ഞാൻ കുറച്ച് പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ്. പ്രിൻ്റ് മാത്രമല്ല, നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് മേടിച്ചിട്ടുമുണ്ട്. ഇതിലെ ഈ കവായ് സ്റ്റിക്കേഴ്സ് ഞാൻ ഒറ്റ ഷീറ്റായിട്ട് മേടിച്ചതാണ്. ഞാനിത് ഫാൻസി സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. അവർ ഇങ്ങനെ ഒറ്റ ഷീറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഷീറ്റിന് 10 രൂപയായി. സ്റ്റിക്കർ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അത് മേടിച്ചതാണ്. ഇത് പിന്നെ ഒരു കൗതുകത്തിന് മേടിച്ചതാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് കിട്ടുമായിരുന്നു, അങ്ങനെ മേടിച്ചതാണ്. ഇതിൻ്റെ ഓരോ ഷീറ്റിനും 20 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. അത് അത്ര റേറ്റ് ഉണ്ടോ എല്ലായിടത്തും അറിയില്ല. ഞാൻ മേടിച്ച സ്ഥലത്ത് അതായിരുന്നു റേറ്റ്. അങ്ങനെ 6 ഷീറ്റ് ഞാൻ എടുത്തു. ഇതൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള പിക്ചറുകൾ അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരത് പ്രിൻ്റ് എടുത്ത് തന്നതാണ്. ഇതൊക്കെ ഇനി നമ്മളെ സൗകര്യത്തിലേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. കട്ട് ചെയ്ത് മാറ്റി നമുക്കൊരു ജേർണലിങ്ങും ചെയ്യാം. ആദ്യം ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതിനെ ഓരോന്നിന് ഓരോ സ്ട്രിപ്പുകളായിട്ട് എടുത്ത് വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലൊരു വൈറ്റ് പോർഷനൊക്കെ വരുന്നുണ്ട്. അത് പിന്നെ ഈ യൂസ് ചെയ്യാൻ നേരത്ത് അപ്പോൾ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരുന്നോട്ടെ എന്നുള്ളൊരു മൈൻഡാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഇതിങ്ങനെ ഇരുന്നോട്ടെ, പിന്നെ ആവശ്യം വരുന്ന സമയത്ത് ശരിയാക്കാം എന്നുള്ള മൈൻഡിൽ ഞാനത് അതിനങ്ങനെ വിട്ടു. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ആദ്യമേ ഞാൻ ഇതിൽ വെച്ച് ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മലമുറിക്കാം എന്നൊരു മൈൻഡ് എനിക്കുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി അത് നടപടിയാവില്ല. പിന്നെ ഞാൻ അത് വേണ്ട, ഷേപ്പിൽ കട്ട് ചെയ്യൊന്നും വേണ്ട, സാധാ പോലെ പീസായിട്ട് എടുത്താൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തി. ഞാനത് ഓരോന്നോരോന്നായിട്ട് വലിയ ഷേപ്പൊന്നും നോക്കാണ്ട് കട്ട് ചെയ്തെടുത്ത് എല്ലാതും ഓക്കെ ആക്കി. ഞാനത് എൻ്റെ ഒരു ചെറിയ മടി കാരണം കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു മണ്ടത്തരം പറ്റിയത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഷീറ്റ് എടുത്തു, ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തു, ഓക്കെ, എല്ലാം ഓക്കെയാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ പതുക്കെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കൽ തുടങ്ങി. പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇത് ഭയങ്കര ചെറിയ പ്രിൻ്റാണ്. അതായത് ഓരോ സ്റ്റിക്കറായിട്ട് വരുന്ന സാധനങ്ങളും ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തുണ്ടെങ്കിൽ പിന്നെ അതിനെ കണ്ടുപിടിക്കാൻ ഒത്തിരി പാടായിരിക്കും. മിസ്സായ പോലെ ഇരിക്കും, തപ്പി കണ്ടുപിടിക്കാനും പാടാം. അപ്പോൾ പിന്നെ ഞാനത് വേണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ആവശ്യം വരുമ്പോൾ സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാമല്ലോ ഞാൻ വിചാരിച്ചു. അത് വിട്ടു. പിന്നെ ഇത് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യമേ ഞാൻ ചെയ്ത പോലെ ഷേപ്പായിട്ട് കട്ട് ചെയ്യാൻ നോക്കിയായിരുന്നു. പിന്നെ പെട്ടെന്ന് എന്തോ ബോധം വന്ന് ഓക്കെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞ് പിന്നെ അത് നേരെ തന്നെ കട്ട് ചെയ്ത് വെച്ചു. ഇത് പിന്നെ ഞാൻ ആദ്യമേ തീരുമാനിച്ച് വെച്ചതാണ്. ഇതിൻ്റെ സൈഡ് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെ തന്നെ വയ്ക്കാം. അതാകുമ്പോൾ ആവശ്യമുള്ള ഇതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ ഒരെണ്ണം മാത്രമാണ് കറക്റ്റ് പ്ലാൻ ചെയ്ത പോലെ ഞാൻ ചെയ്തത്. എല്ലാതും കൂടി നമ്മൾ ഫസ്റ്റ് ചെയ്തെന്ന് തൊട്ട് മിസ്റ്റേക്കുകൾ പറ്റി ലാസ്റ്റത്തെ കറക്റ്റാവുമെന്ന് പറയണ പോലെ ഇങ്ങനെ ലാസ്റ്റ് ചെയ്തതാണ് കറക്റ്റായിട്ട് വന്നത്. എല്ലാ സ്റ്റിക്കറുകളും പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നും ഇല്ലാണ്ട് അതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ ഇത്രയും സ്റ്റിക്കറുകളാണ് എനിക്കതിന് കിട്ടിയത്. ഇനി നമുക്ക് ഓരോന്നും ഷേപ്പാക്കി കൊണ്ടെടുക്കാം. ഞാനിത് കുറച്ച് നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ജേർണലിങ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഓരോ പീസുകളായിട്ട് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഷേപ്പാക്കി സെറ്റ് ചെയ്തിട്ട് നമുക്ക് ജേർണലിങ് ചെയ്യാം. അപ്പോൾ എല്ലാത്തിനും ഷേപ്പാക്കി വന്നപ്പോൾ സംഭവം നല്ല പരടി കാണിക്കുന്ന പരിപാടിയാണ്. കഴുത്ത് നല്ല വേദനയായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ആവശ്യക്കാരന് ആവശ്യത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്തു. അപ്പം ഇനി നമ്മുടെ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ബുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പരിപാടി കൊള്ളാം.
അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.